അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. ഇന്ന് ഞാൻ കുറച്ച് പ്രോഡക്റ്റ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എന്തെല്ലാമാണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഫസ്റ്റ് നമ്മൾക്ക് ഇതൊരു കോമ്പാക്റ്റ് പൗഡറാണ്. ഫേസസ് കാനഡയുടെ 3-in-1 HD മാറ്റ് കോമ്പാക്റ്റ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ കോമ്പാക്റ്റ് പൗഡർ മാത്രമല്ല, ഇതിനെ കൊണ്ട് നമുക്ക് ഒരു ഫൗണ്ടേഷൻ കൂടിയുണ്ട്, പിന്നെ നമുക്ക് ഹൈഡ്രേഷൻ കൂടി കിട്ടും. പിന്നെ ഇതിൽ ഹൈലറോണിക് ആസിഡ് കൂടെ അടങ്ങിയിട്ടുണ്ട്. ഇതൊരു അടിപൊളി സാധനം. നമുക്കിപ്പോൾ പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഈ ഒരു പൗഡർ മാത്രം യൂസ് ചെയ്താൽ മതി. മോയ്സ്ചറൈസർ ഇടണമെന്നില്ല, പിന്നെ ഫൗണ്ടേഷൻ ഇടണമെന്നില്ല. ഈ ജസ്റ്റ് ഒരു പൗഡർ മാത്രം ഇട്ടിട്ട് നമുക്ക് പുറത്തോട്ടേക്ക് പോകാം. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇങ്ങനെയാണ് ഇതിൻ്റെ പാക്കേജ്. ഇത് കാണാൻ നല്ല രസമല്ലേ? ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്യാം. ജസ്റ്റ് ഇവിടെ ഒരു മിറർ ഉണ്ട്, പിന്നെ ഒരു സ്പോഞ്ച് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇട്ടിട്ട് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ഫേസസ് കാനഡയുടെ തന്നെ ഒരു ഫൗണ്ടേഷൻ ക്രീമാണിത്. ഇത് ഓൾ ഡേ ഹൈഡ്ര മാറ്റ് ഫൗണ്ടേഷൻ 3-in-1 ഫൗണ്ടേഷൻ ഉണ്ട്, മോയ്സ്ചറൈസർ ഉണ്ട്, പിന്നെ ഇതിൽ സൺസ്ക്രീൻ കൂടെ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുറത്ത് പോകുമ്പോൾ ജസ്റ്റ് ഈ ഒരു ഫൗണ്ടേഷൻ മാത്രം ഇട്ടിട്ടും പുറത്തേക്ക് പോകാം. നമുക്ക് മോയ്സ്ചറൈസർ ഇടേണ്ട, സൺസ്ക്രീൻ കൂടെ അപ്ലൈ ചെയ്യേണ്ട. ഈ ഒറ്റൊരു ക്രീം മാത്രം യൂസ് ചെയ്തിട്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാവുന്നതാണ്. ഇതൊരു അടിപൊളി പ്രൊഡക്റ്റാണ്. പിന്നെ നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് നൈക്കയുടെ വാവ് മൈ ബ്രോ ഐബ്രോ പാലറ്റാണ്. അപ്പം നമുക്ക് ഐബ്രോക്ക് ഷേപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർ ഇത് മസ്റ്റായിട്ട് വാങ്ങിക്കാം. ഇതാ ഇങ്ങനെയാണ്. ഇതിൽ ഒരു മിറർ ഉണ്ട്, പിന്നെ ഒരു ബ്രഷ് വിത്ത് സ്പൂണി. നമുക്കിവിടെ 3 ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് ഏതാണ് ഇഷ്ടമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇതുകൊണ്ട് ഐബ്രോ ഫിൽ ചെയ്ത് കൊടുക്കാം. നല്ലൊരു പ്രൊഡക്റ്റാണിത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു ഫേസസ് കാനഡയുടെ തന്നെ ഒരു അൾട്ടിമേറ്റ് പ്രോ മാറ്റ് മേക്കപ്പ് ഫിക്സർ. അതായത് നമ്മളിപ്പോൾ മേക്കപ്പ് ഇട്ടിട്ട് പുറത്തേക്ക് പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ആകുമ്പോൾ തന്നെ പിന്നെ മേക്കപ്പ് എല്ലാം ഒലിച്ചു പോകുന്ന പോലെ കാണില്ലേ? അപ്പം അതിന് നമ്മളിങ്ങനെ ഒരു സ്പ്രേ, ലാസ്റ്റ് മേക്കപ്പ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഈ സ്പ്രേ എടുത്തിട്ട് ജസ്റ്റ് ഫേസിലൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ ഇത് 24 hours നമ്മുടെ മേക്കപ്പ് ഫെയ്ഡ് ആവാണ്ട് നമ്മൾ ഇട്ടതുപോലത്തെ ആ ഫ്രഷ് ലുക്കിൽ തന്നെ കിടക്കുന്നതായിരിക്കും. അപ്പോൾ ഇത് ഫേസസ് കാനഡ, ഇത് നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇനി നെക്സ്റ്റ് നമ്മൾ ഒരു ലിപ് ബാമാണ്. ഇത് ബീട്രൂട്ട് ലിപ് ബാം. ഇതൊരു ഹെർബൽ പ്രൊഡക്റ്റാണ്. ഇത് കണ്ടോ, ഇതിങ്ങനെയാണ്. ഹെർബൽ ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പർച്ചേസ് ചെയ്യുന്നേ ഉള്ളൂ. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ബീട്രൂട്ടിൻ്റെ ലിപ് ബാം വാങ്ങിച്ചിട്ടുള്ളത്. ഇനി നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് ഒരു ഇൻസൈറ്റിൻ്റെ ഒരു ഐലൈനറാണ്, വാട്ടർ പ്രൂഫ് ഐലൈനർ. ജസ്റ്റ് കണ്ടോ, നമുക്ക് വിങ്സൊക്കെ ആയിട്ട് നല്ല രീതിയിൽ ഐലൈനർ അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിനെ കൊണ്ട്. ഓക്കെ, നെക്സ്റ്റ് ലാക്മിയുടെ ഒരു ലിപ്സ്റ്റിക്കാണ് വാങ്ങിച്ചത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് ന്യൂഡ് ഡ്രീം 8 നമ്പർ. അപ്പോൾ ഇതൊരു എൻ്റെ സ്കിൻ ടോണൊക്കെ ഉള്ളവർക്ക് നല്ലപോലെ സൂട്ടാവുന്ന ഒരു കളറാണ്. എനിക്ക് പേഴ്സണലി തോന്നിയതാണ്. ഇതൊരു നല്ല ഷെയ്ഡാണ്. നെക്സ്റ്റ് പിന്നെ ഞാൻ വാങ്ങിച്ചതൊരു ലിപ് ലൈനറാണ് മാസിൻ്റെ. ഇത് ഒരു ബ്രൗൺ കളർ ലിപ് ലൈനറാണ്. നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ലിപ്പ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലൊരു ലിപ് ലൈനർ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചത് എൻ്റെ ബേബി ലിപ്സിൻ്റെ ലിപ് ബാം ഏകദേശം കഴിഞ്ഞു. അപ്പോൾ ന്യൂ ബേബി ലിപ്സ്, ബേബിലിൻ്റെ
ഇതാണ് ഞാൻ കുറേ മുന്നേ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇതെനിക്ക് നല്ല എന്താ പറയുക പിഗ്മെൻറ്റേഷൻ, ലിപ്സിലുള്ള പിഗ്മെൻറ്റേഷനൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്. ഇത് ഞാൻ നൈറ്റും മോർണിംഗും ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഫേവറേറ്റ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചത് വേറൊരു ലിപ് കളറാണ്, മാസിൻ്റെ. ഇതൊരു ഓറഞ്ച് ഷെയ്ഡ് കളറാണ്, ഓറഞ്ച് ഷെയ്ഡ് വിത്ത് റെഡ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ഞാനൊരു കോമ്പാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കളറും ഇതിൻ്റെ ഡിസൈനൊക്കെ കണ്ടിട്ട് ഞാൻ അവിടെ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഓക്കെ.